വരൂ നമുക്കൊരുമിച്ച് ഉള്ളിലേക്കൊരു യാത്ര പോകാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ശ്രദ്ധ സാധാരണ എങ്ങോട്ടാ പോകാറ്? കൂടുതലും നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് തന്നെയാണ് പോകുന്നതല്ലേ? കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് ഓർമ്മയുണ്ടോ? നമ്മുടെ ശരീരവും മനസ്സും ഒരു ലബോറട്ടറി പോലെയാണെന്ന്. പക്ഷേ ആ ഉള്ളിലെ ലാബ് നിരീക്ഷിക്കാൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സത്യത്തിൽ നമ്മുടെ മനസ്സ് എപ്പോഴും പുറത്തേക്ക് നോക്കാനാണ് ശീലിച്ചിരിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മള് ആ ദിശയൊന്ന് മാറ്റിപ്പിടിക്കാൻ പോവാണ്. ഈ മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ എക്സസൈസ് അടുത്ത ഭാഗത്ത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഒന്ന് റിലാക്സ് ആയിരിക്കൂ, നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങാം. തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ശ്രദ്ധ ശരിക്കും എവിടെയാണെന്ന് ഒന്ന് നോക്കിക്കേ. എന്റെ ശബ്ദത്തിലാണോ, സ്ക്രീനിലെ എഴുത്തിലാണോ, അതോ പെട്ടെന്ന് വേറെന്തെങ്കിലും ചിന്ത മനസ്സിലേക്ക് വന്നോ, ഓ അത് ചെയ്യാനുണ്ടല്ലോ എന്നോ മറ്റോ? ഒന്ന് സത്യസന്ധമായിട്ട് സ്വയം ചോദിച്ചു നോക്കൂ. അപ്പോൾ മനസ്സ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിലെ കുറ്റബോധമൊന്നും തോന്നണ്ട, വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരൊറ്റ കാര്യം മതി നമുക്ക് മനസ്സിലാക്കാൻ. നമ്മളെല്ലാവരും ദിവസവും സ്വന്തം ശ്രദ്ധയ്ക്കു വേണ്ടി ഒരു പോരാട്ടം തന്നെ നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ പുറത്തുള്ള കാര്യങ്ങളിലേക്ക് പോകാനാണ്. രാവിലെ എണീക്കുമ്പോൾ കിളക്കുന്ന അലാറം തൊട്ട് ഫോണിലെ നോട്ടിഫിക്കേഷൻസ്, ഓഫീസിലെ കാര്യങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, ഒരിക്കലും തീരാത്ത ആ ടു ഡു ലിസ്റ്റ്, എപ്പോഴും എന്തെങ്കിലും ഒന്ന് നമ്മുടെ ശ്രദ്ധയെ പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും എപ്പോഴും പുറത്തോട്ടാണെങ്കിൽ പിന്നെ ആരാണ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക? നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെയൊക്കെ ആരാണ് ശ്രദ്ധിക്കുക? ഈ ഒരു ചോദ്യത്തിനാണ് പുരാതനമായ ഒരു ഉത്തരം നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധയെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സിമ്പിൾ ടൂൾ. ഇതിന്റെ പേരാണ് ആനാപാനസതി. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. ആന, അതായത് ശ്വാസം ഉള്ളോട്ടെടുക്കുന്നത്; അപാന, ശ്വാസം പുറത്തോട്ട് വിടുന്നത്; സതി എന്നുവെച്ചാൽ അവബോധം അല്ലെങ്കിൽ അവെയർനെസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, അത്രയുള്ളൂ. ഇതൊരു വലിയ പൂജയോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന ഒരു പ്രാക്ടീസ്. അടുത്ത ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ശ്വാസം? ശ്രദ്ധിക്കാൻ വേറെയും കാര്യങ്ങളുണ്ടല്ലോ. ഹൃദയമിടുക്കുണ്ട്, ശരീരത്തിലെ മറ്റ് സംവേദനങ്ങളുണ്ട്. പിന്നെന്തിനാണ് ശ്വാസം തന്നെ തിരഞ്ഞെടുക്കുന്നത്? അലഞ്ഞു നടക്കുന്ന മനസ്സിന് ഒരു നങ്കൂരം പോലെ ശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് 4 സൂപ്പർ പവറുകളുണ്ട്. ഒന്നാമത്തേത് വളരെ സിമ്പിളാണ്. ശ്വാസം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, അല്ലേ? നമ്മൾ ജനിച്ച അന്നു മുതൽ മരിക്കുന്നതുവരെ ഒരു സെക്കൻഡ് പോലും നമ്മളെ വിട്ടുപോകാത്ത ഒന്നാണ് ശ്വാസം. രണ്ടാമത്തെ കാര്യം, ശ്വാസം എപ്പോഴും ഈ നിമിഷത്തിലാണ്, പ്രസന്റ് മൊമെന്റിൽ. നമുക്ക് ഇന്നലത്തെ ശ്വാസം എടുക്കാൻ പറ്റുമോ? ഇല്ല. നാളത്തേക്ക് വേണ്ടി ശ്വസിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഓരോ ശ്വാസവും നടക്കുന്നത് ഇപ്പോ, ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പഴയ കാര്യങ്ങളിലേക്കും വരാനിരിക്കുന്ന കാര്യങ്ങളിലേക്കും ഓടിപ്പോകുന്ന മനസ്സിനെ തിരിച്ച് ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ ശ്വാസം സഹായിക്കും. മൂന്നാമത്തേത്, നമ്മുടെ ശ്വാസം നമ്മുടെ ഉള്ളിലിരിപ്പിന്റെ ഒരു കണ്ണാടി പോലെയാണ്. ചിന്തിച്ചു നോക്കൂ, നമുക്ക് ദേഷ്യം വരുമ്പോൾ ശ്വാസം എങ്ങനെയാ? വേഗത്തിലാവും. പേടിക്കുമ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കുമ്പോഴോ ശ്വാസം വളരെ പതിയെയും ആഴത്തിലുമാകും. അപ്പോൾ ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ശ്വാസം ഇമോഷണലി ന്യൂട്രലാണ്. അതായത് അതിന് പ്രത്യേക വികാരങ്ങളൊന്നുമില്ല. നമ്മളൊരു പഴയ പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ സന്തോഷം വരും, ചിലപ്പോൾ സങ്കടം വരും. പക്ഷെ ശ്വാസത്തിന് അങ്ങനൊരു പ്രശ്നമില്ല. അതിന് നിറമോ മണമോ ഓർമ്മകളോ ഇല്ല. ഈ ഒരു ന്യൂട്രാലിറ്റി കാരണമാണ് ചാഞ്ചാടി നിൽക്കുന്ന മനസ്സിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നങ്കൂരമായിട്ട് ശ്വാസം മാറുന്നത്. ഇതിനെപ്പറ്റി ഒരു പഴയ പുസ്തകത്തിൽ പറയുന്നത് ശ്വാസം തെളിഞ്ഞ വെള്ളം പോലെയാണെന്നാണ്. നിറമില്ല, മണമില്ല, ഒരു വികാരവുമില്ല. ഒരു ഓർമ്മയെപ്പറ്റി ചിന്തിച്ചാൽ ചിലപ്പോൾ സന്തോഷം വരും, ഒരു ഭാവിയെപ്പറ്റി ചിന്തിച്ചാൽ ടെൻഷൻ വരും. പക്ഷെ ശ്വാസം അങ്ങനെയല്ല. അത് മനസ്സിനെ കൂടുതൽ ഇളക്കിവിടുന്നില്ല. അത് വെറുതെ അവിടെയുണ്ട്. ആ ഒരു ശാന്തതയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ മതി. ഇനി ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായി ചെയ്യേണ്ടതെന്ന് നോക്കാം, അല്ലേ? വെറും 3 സിമ്പിൾ സ്റ്റെപ്പുകൾ. പക്ഷേ തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് മറക്കരുത്. നിങ്ങൾ ശ്വാസത്തെ നിരീക്ഷിക്കുകയാണ്, അതിനെ നിയന്ത്രിക്കുകയല്ല. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ വെറുതെ നോക്കിയിരിക്കുകയാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയല്ല. ഇതൊരു ബ്രീത്തിങ് എക്സസൈസ് അല്ല. ശ്വാസം വലിച്ചു പിടിക്കാനോ എണ്ണാനോ ആഴത്തിലാക്കാനോ ഒന്നും ശ്രമിക്കരുത്. അതെങ്ങനെയാണോ പോകുന്നത് അതിനെ അങ്ങനെ തന്നെ കാണുക. ലക്ഷ്യം ഇത്രയുള്ളൂ: ശ്വാസം എങ്ങനെയാണോ അതിനെ അതേപോലെ നിരീക്ഷിക്കുക. ഒരു ശാസ്ത്രജ്ഞൻ ഒരു പൂവിനെ നോക്കിയിരിക്കുന്നതുപോലെ. അപ്പോൾ സ്റ്റെപ്പുകളിലേക്ക് വരാം. സ്റ്റെപ്പ് 1, നട്ടെല്ലാം നിവർത്തി സൗകര്യമായി ഒരിടത്തിരിക്കുക. കസേരയിലോ നിലത്തോ എവിടെയായാലും മതി. എന്നിട്ട് പതിയെ കണ്ണുകളടയ്ക്കുക. സ്റ്റെപ്പ് 2, ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. ഒരുപാട് നേരമൊന്നും വേണ്ട. ഒരു ദിവസം 10-15 മിനിറ്റ് ധാരാളം.
സ്റ്റെപ്പ് 3, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും മൂക്കിന്റെ തുമ്പിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുമ്പോൾ അവിടെ ആ വായു തട്ടുന്ന ഒരു ചെറിയ ഫീലിംഗ് ഉണ്ടാവില്ലേ, അതിൽ മാത്രം ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇരുന്നു, ശ്വാസത്തിൽ ശ്രദ്ധിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഉറപ്പായും ഒരു കാര്യം സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കില്ല. സത്യം പറഞ്ഞാൽ ആ നിമിഷമാണ് നിങ്ങളുടെ യഥാർത്ഥ പരിശീലനം തുടങ്ങുന്നത്. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടെങ്കിലും പോവും. ഉറപ്പാണ്. ചിലപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കും, അല്ലെങ്കിൽ രാത്രി എന്ത് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്യും. അതുമല്ലെങ്കിൽ തലേന്ന് കേട്ടൊരു പാട്ടിന്റെ വരികളായിരിക്കും വരുന്നത്. പഴയ ആൾക്കാർ ഇതിനെ കുരങ്ങൻ മനസ്സെന്നാണ് വിളിച്ചിരുന്നത്. ഒരു മരക്കൊമ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിപ്പോകുന്ന കുരങ്ങിനെ പോലെ. ഇപ്പോഴത്തെ സൈക്കോളജിസ്റ്റുകൾ ഇതിനെ മൈൻഡ് വാണ്ടറിംഗ് എന്ന് പറയും. മനസ്സിന്റെ സ്വാഭാവികമായ ഒരു അലച്ചിൽ. അപ്പോൾ മനസ്സിങ്ങനെ ഓടിപ്പോകുമ്പോൾ അയ്യോ ഞാൻ തോറ്റുപോയല്ലോ, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ദയവായി അങ്ങനെ വിചാരിക്കരുത്. കാരണം നിങ്ങൾ പരാജയപ്പെടുകയല്ല. സത്യത്തിൽ ഇതൊരു വിജയമാണ്. ഇതൊരു കണ്ടെത്തലാണ്. നിങ്ങളുടെ മനസ്സിന്റെ സ്വാഭാവികമായ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ ആദ്യമായി കാണുകയാണ്. അതിന് ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ അലഞ്ഞു നടക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പരിശീലനത്തിന്റെ ലക്ഷ്യം ചിന്തകളില്ലാത്ത ഒരവസ്ഥയല്ല. അതല്ല പോയിന്റ്. പരിശീലനമെന്ന് പറയുന്നത് തിരികെ വരുന്നതാണ്. ഓരോ തവണ മനസ്സ് പോയി എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴും അതിനെ ദേഷ്യപ്പെടാതെ സൗമ്യമായിട്ട് തിരിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരുമല്ലോ, ആ ഓരോ തിരികെ വരവും ജിമ്മിലൊരു റെപ്പെടുക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ ശ്രദ്ധ എന്ന മസിലിനെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ സ്ഥിരമായി കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ചിലർക്ക് ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും, മറ്റു ചിലർക്ക് എന്തെങ്കിലും കാര്യത്തോടുള്ള ദേഷ്യം, ചിലപ്പോൾ നല്ല ഉറക്കം വരും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റാത്തൊരു അസ്വസ്ഥത. ഈ പരിശീലനം കൊണ്ട് വല്ല കാര്യവുമുണ്ടോ എന്നൊരു സംശയവും വരാം. ഇതൊക്കെ വളരെ സാധാരണയാണ്. ഇത് കാണുന്നതും പരിശീലനത്തിന്റെ ഭാഗമാണ്. ശരി, അപ്പോൾ ഈ പോക്കും വരവും തന്നെയാണ് പരിശീലനമെങ്കിൽ അവസാനം എന്താണിതിൽ നിന്ന് കിട്ടുന്നത്? ഇത് സ്ഥിരമായി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണുണ്ടാവുക? കുറച്ചുകാലം ഇത് സ്ഥിരമായി ചെയ്താൽ ചില മാറ്റങ്ങൾ നിങ്ങൾ തന്നെ അറിയാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടി വേഗത്തിൽ ശാന്തമാകും. പണ്ടൊരുപാട് നേരം അലട്ടിയിരുന്ന ചിന്തകളുടെ ആ ഒരു കൊടുങ്കാറ്റുണ്ടല്ലോ, അതിന്റെ ശക്തി കുറയും. നിങ്ങളുടെ അവബോധം, അവെയർനെസ് കുറച്ചുകൂടി ഷാർപ്പാകും. പതിയെ പതിയെ നിങ്ങളുടെ ശ്രദ്ധ പുറത്തേക്കോടിപ്പോകാതെ ഇവിടെ വീട്ടിൽ തന്നെ തങ്ങാൻ പഠിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ലോകത്തേക്ക് ഒരു യാത്ര പോകാനുള്ള ഒരു വഴികാട്ടി നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും കണ്ടെത്തുക? അതിനുവേണ്ടിയുള്ള ടൂൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങളുടെ ശ്വാസം. വേണ്ടത് കുറച്ച് മിനിറ്റുകൾ മാത്രം. ഒന്നിരിക്കുക, ശ്രദ്ധിക്കുക, മനസ്സ് പോകുമ്പോൾ സൗമ്യമായി തിരികെ കൊണ്ടുവരിക. നിങ്ങളുടെ ആന്തരിക പരീക്ഷണശാല നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ കണ്ടെത്തലുകൾ? നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ശ്വാസം ശ്രദ്ധിക്കാനല്ലേ കേൾക്കാറ്. പക്ഷെ അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. അതെ, നമ്മൾ ശ്വാസം ശ്രദ്ധിച്ചാണ് തുടങ്ങുന്നത്. പക്ഷേ അതൊരു തുടക്കം മാത്രമാണെങ്കിലോ? അപ്പോ ശ്വാസം ഒരു തുടക്കം മാത്രമാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? എന്തൊക്കെയാ ശരിക്കും നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്? ആദ്യം തന്നെ ശരീരത്തിലെ ചെറിയ അനുഭവങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ കൈകളിലെ ഒരു ചൂടോ അല്ലെങ്കിൽ തോളിലൊരു പിടുത്തമോ. പിന്നെ വരുന്നത് നമ്മുടെ വികാരങ്ങളാണ്. ദേഷ്യം, സന്തോഷം, സങ്കടം, അവയെല്ലാം വെറുതെ വന്നുപോകുന്നത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും. മനസ്സിടയ്ക്കിടെ ഒരേ കഥകൾ തന്നെ പറയുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇതൊന്നും കൂടാതെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത ചെറിയ ഊർജ്ജ വ്യത്യാസങ്ങളും നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ശരീരം, വികാരങ്ങൾ, ചിന്തകൾ, ഇതൊക്കെ എന്തിനെങ്ങനെ ശ്രദ്ധിക്കുന്നത് അല്ലേ? അതിനൊരു വലിയ കാരണമുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യം മനസ്സിനെ വെറുതെ ശാന്തമാക്കൽ മാത്രമല്ല, അതിലുപരി മനസ്സിനെ ശരിക്കും അറിയുക എന്നതാണ്. ഇതൊരു തരം നമ്മുടെ മനസ്സിന്റെ യൂസർ മാനുവൽ കിട്ടുന്നത് പോലെയാണ്. നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ വഴികൾ നമുക്ക് അടുത്ത തവണ വിശദമായിട്ട് നോക്കാം. അതുവരെ നമുക്ക് സിമ്പിളായി തുടങ്ങാം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ അനുഭവം ശ്രദ്ധിച്ചു നോക്കൂ.